Good morning, my dear students. Welcome to our SS class. Today we are going to learn about turbulent time, the 1905 revolution. Turbulent means violence. That means പ്രക്ഷുബ്ധമായിട്ടുള്ള അവസ്ഥ. In this topic, we will discuss what are the main causes of 1905 revolution. Russia was an autocracy. Autocracy means Lord's rule. പ്രഭുക്കന്മാരുടെ ഭരണം. That is Lord's rule. Unlike other European rulers, even at the beginning of 20th century, Tsar was not subject to parliament. മറ്റ് യൂറോപ്യൻ റൂളേഴ്സിനെ പോലെ ആയിരുന്നില്ല സാർ റൂളേഴ്സ്. സാർ ചക്രവർത്തിമാരായിരുന്നു റഷ്യ ഭരിച്ചിരുന്നത്. 20th സെഞ്ചുറിയുടെ ആദ്യ കാലഘട്ടത്തിൽ യൂറോപ്പിലുള്ള മറ്റു ഭരണാധികാരികളെ പോലെ ആയിരുന്നില്ല സാർ റൂളേഴ്സ്. പാർലമെന്റിനോട് യാതൊരു ഉത്തരവാദിത്വവും അവർക്ക് ഉണ്ടായിരുന്നില്ല. ലിബറൽസ് ഇൻ റഷ്യ campaigned to end the state of affairs. ലിബറൽസ് ഇൻ റഷ്യ, റഷ്യയിലെ ലിബറൽസ് campaign means work, പ്രവർത്തിക്കുക. To end the state of affairs, സാർ റൂളേഴ്സിന്റെ ഭരണത്തിന് എതിരായിരുന്നു. ലിബറൽസ് ആൻഡ് സോഷ്യലിസ്റ്റ് against ഡൈനാസ്റ്റിക് റൂളേഴ്സ്. ഡൈനാസ്റ്റിക് റൂളേഴ്സിന്, അതായത് സാർ റൂളേഴ്സിന്റെ ഭരണത്തിന് ലിബറൽസ് ആയാലും സോഷ്യലിസ്റ്റ് ആയാലും എതിരായിരുന്നു. Together with socialist democrats and socialist revolutionaries, they worked with peasants and workers during the revolution of 1905 to demand a constitution. That means liberals and socialists against Tsar rulers or dynastic rulers. During the revolution of 1905, liberals and socialists against dynastic rulers. Dynastic rulers എതിരായിരുന്നു ലിബറൽസും സോഷ്യലിസ്റ്റും 1905 റവല്യൂഷൻ കാലഘട്ടത്തിൽ. They worked for peasants or workers. അവർ വർക്ക് ചെയ്തിരുന്നത് പെസൻസിനും വർക്കേഴ്സിനും വേണ്ടിയായിരുന്നു. They demanded a constitution. അവർ ഡിമാൻഡ് ചെയ്തിരുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടിയായിരുന്നു. They were supported in the empire by nationalists and in Muslim dominated areas by jihadists who wanted modernized Islam to lead their societies. Liberals and socialists supported in the empire by nationalists. റഷ്യയിലുള്ള നാഷണലിസ്റ്റിനെ സഹായത്തോടുകൂടി ലിബറൽസും സോഷ്യലിസ്റ്റും എല്ലാം തന്നെ എംപയറിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് ഇൻ മുസ്ലിം ഡൊമിനേറ്റഡ് ഏരിയ, മുസ്ലിങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ ജാദിദിസ്റ്റ് മീൻസ് മുസ്ലിം റിഫോമേഴ്സ് ഹു വാണ്ടഡ് മോഡേണൈസ്ഡ് ഇസ്ലാം, മോഡേണൈസ്ഡ് ആധുനീകരിക്കപ്പെട്ട മുസ്ലിം കൺട്രി ആയിരുന്നു അവർക്ക് ആവശ്യമായിട്ട് ഉണ്ടായിരുന്നത്. ടു ലീഡ് ദെയർ സൊസൈറ്റീസ്, അവർ വേണം സൊസൈറ്റിയെ ലീഡ് ചെയ്യാൻ. The year 1904 was a particularly bad one for Russian workers. But എന്നാൽ 1904 ആ കാലഘട്ടം റഷ്യൻ വർക്കേഴ്സിനെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേകതരമായിട്ടൊരു ബാഡ് കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. Prices of essential
essential goods rose so quickly. Essential goodsന്റെ അത്യാവശ്യമുള്ള ഗുഡ്സിന്റെ പ്രൈസസ് വില വർദ്ധിച്ചിരുന്നു. റിയൽ വേജസ് ഡിക്ലൈൻഡ് ബൈ 20%. ഗുഡ്സിന്റെ പ്രൈസസ് വർദ്ധിക്കാൻ തുടങ്ങിയതനുസരിച്ച് വർക്കേഴ്സിന് കൊടുത്ത വേജസ് 20% ആയിട്ട് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ദ മെമ്പർഷിപ്പ് ഓഫ് വർക്കേഴ്സ് അസോസിയേഷൻ റോസ് ഡ്രാമറ്റിക്കലി. ദ മെമ്പർഷിപ്പ് ഓഫ് വർക്കേഴ്സ് അസോസിയേഷൻ, വർക്കേഴ്സിന്റെ അസോസിയേഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിലുള്ള മെമ്പേഴ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് വർദ്ധിച്ചു വന്നു തുടങ്ങിയിരുന്നു. ദ മെമ്പർഷിപ്പ് ഓഫ് വർക്കേഴ്സ് അസോസിയേഷൻ റോസ് dramatically. Then 4 members of Assembly of Russian Workers which had been formed in 1904. 1904 റഷ്യൻ വർക്കേഴ്സ് അസംബ്ലി ഫോം ചെയ്തിരുന്നു. ബട്ട് ദേ വെർ ഡിസ്മിസ്ഡ് അറ്റ് പുട്ടിലോ അയൺ വർക്ക്സ്. എന്നാൽ പുട്ടിലോ അയൺ വർക്ക്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രിയിൽ അസംബ്ലി ഓഫ് റഷ്യൻ വർക്കേഴ്സിന്റെ അസോസിയേഷൻ ഡിസ്മിസ് ചെയ്യപ്പെട്ടു. There was a call for industrial action. ഇതിനെതിരെ call for means order, industrial action എടുക്കുവാനായിട്ട് ഓർഡർ ചെയ്തിരുന്നു. Over the next few days, over 10,000 workers in St. Petersburg went on strike, demanding a reduction in the working day to 8 hours. ആ സമയത്ത് തന്നെ 10,000 വർക്കേഴ്സ് സെന്റ് പീറ്റേഴ്സ്ബർഗ്സിൽ സ്ട്രൈക്സ് ആരംഭിച്ചു. അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് വർക്കിംഗ് അവേഴ്സ് 8 മണിക്കൂറായിട്ട് റെഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ 8 hours ആയിട്ട് റെഡ്യൂസ് ചെയ്യണം. ആൻഡ് ഇൻക്രീസ് ഇൻ വേജസ് ഇൻക്രീസ് ചെയ്യണം. ആൻഡ് ഇംപ്രൂവ്മെന്റ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ വർക്കിംഗ് കണ്ടീഷനിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം. Then the procession of workers led by Father Gapon reached Winter Palace. During that time, the procession of workersന്റെ procession ജാഥ സംഘടിപ്പിച്ചിരുന്നു. This was led by Father Gapon. ഗാപ്പോൺ എന്ന് പറയുന്ന ആളാണ് ഈ പ്രൊസഷൻ ലീഡറായിട്ട് നിന്നിരുന്നത്. റീച്ച് ദ വിന്റർ പാലസ്, അത് വിന്റർ പാലസിലെത്തി. ഇറ്റ് വാസ് അറ്റാക്ഡ് ബൈ പോലീസ് ആൻഡ് കൊസാക്സ്. ആ സമയത്ത് പോലീസും കൊസാക്സും ഇവരെ അറ്റാക്ക് ചെയ്തിരുന്നു. അതായത് കൊസാക്സ് മീൻസ് ദ പീപ്പിൾ ഹു ലിവ് ഇൻ സദേൺ യൂറോപ്പ് ഇൻ റഷ്യ. റഷ്യയിലെ സദേൺ യൂറോപ്പിൽ ആ ഒരു ഏരിയയിൽ താമസിക്കുന്നവരെയാണ് കൊസാക്സ് എന്ന് പറയുന്നത്. Over 90 workers were killed and about 300 wounded. അതായത് ഇങ്ങനെയുള്ള പ്രൊസഷൻ സംഘടിപ്പിക്കുകയും ആ സമയത്ത് വർക്കേഴ്സ് കൊല്ലപ്പെടുകയും 300ഓളം ആൾക്കാർക്ക് wounded മുറിവേൽക്കുകയും ചെയ്തിരുന്നു. This incident known as Bloody Sunday. ഈ ഇൻസിഡന്റിനെയാണ് ബ്ലഡി സൺഡേ എന്ന് പറയുന്നത്. Started a series of events that became known as 1905 revolution. ഈ ബ്ലഡി സൺഡേ അതുപോലെയുള്ള സീരീസ് ഓഫ് ഈവൻറ്റ്സ്, പലതരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. This series of events is known as 1905 revolution. ഈ സീരീസ് ഓഫ് ഈവൻറ്റ്സിനെയാണ് 1905 revolution എന്ന് അറിയപ്പെടുന്നത്. Strikes took place all over the country. Strikes spread all over the country. സമരം രാജ്യം മുഴുവൻ വ്യാപിപ്പിച്ചു. And universities closed down. സർവകലാശാലകൾ അടച്ചിട്ടു. When student bodies staged walkout, complaining about the lack of civil liberties. ആ സമയത്ത് സ്റ്റുഡൻസ് വാക്കൗട്ട് നടത്തി ക്ലാസ്സിൽ നിന്ന്. അതുപോലെ തന്നെ കംപ്ലൈനിങ് അബൌട്ട് ലാക്ക് ഓഫ് സിവിൽ ലിബർട്ടീസിനെ കുറിച്ച് കംപ്ലൈൻറ്റ് നൽകിയിരുന്നു. ലോയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ് ആൻഡ് അതർ മിഡിൽ ക്ലാസ് വർക്കേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ദ യൂണിയൻ ഓഫ് യൂണിയൻസ് ആൻഡ് ഡിമാൻഡഡ് എ
a constituent assembly. Lawyers, doctors, engineers and middle class workers എല്ലാവരും ചേർന്ന് യൂണിയൻ ഉണ്ടാക്കുകയും and demanded a constituent assembly demand ചെയ്യുകയും ചെയ്തിരുന്നു. During the 1905 revolution, the Tsar allowed the criterion of elected consultative parliament or Duma. ആ സമയത്ത് during that time, Tsar rulers allowed the formation of elected constituent parliament. പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം Tsar rulers നൽകിയിരുന്നു. Parliament is known as Duma. For a brief, while during the revolution there existed a large number of trade unions and committees made up of factory workers. അതുകൂടാതെ ട്രേഡ് യൂണിയൻ അതുപോലെ തന്നെ കമ്മിറ്റികൾ, ഫാക്ടറി വർക്കേഴ്സിന്റെ കമ്മിറ്റികളെല്ലാം ഡ്യൂറിംഗ് ദ 1905 revolution they have to be started. Since they were declared legal, എന്നിട്ട് അവർ ഡിക്ലെയർ ചെയ്തിരുന്നത് ലീഗൽ, നിയമപരമായിട്ടുള്ളതാണെന്ന് അവർ ഡിക്ലെയർ ചെയ്തിരുന്നു. സിവിയർ റെസ്ട്രിക്ഷൻസ് വെയർ ബേസ്ഡ് ഓൺ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. ചെറിയ റെസ്ട്രിക്ഷൻ, തടസ്സങ്ങളൊക്കെ പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. The Tsar dismissed the first Duma within 75 days. എന്നാൽ പാർലമെന്റ് ഫോം ചെയ്ത് 75 ഡേയ്സ് ആയപ്പോഴേക്കും Tsar rulers ഡിസ്മിസ് ചെയ്തിരുന്നു and re-elected second Duma within 3 months. എന്നാൽ രണ്ടാമത്തെ പാർലമെന്റ് 3 monthsനുള്ളിൽ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. He did not want any questioning of his authority or any reduction in his power. പാർലമെന്റ് രൂപീകരിച്ചു, പക്ഷേ പാർലമെന്റ് did not want any questioning of the authority. അതോറിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, Tsar റൂളേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് അനുവദിക്കുകയില്ല. അതുപോലെ തന്നെ Tsar റൂളേഴ്സിന്റെ പവർ റെഡ്യൂസ് ചെയ്യാനും സാധിക്കുമായിരുന്നില്ല. He changed the voting laws and packed third Duma and conservative politicians. വീണ്ടും സെക്കൻഡ് പാർലമെന്റ് മാറ്റിയിട്ട് തേർഡ് പാർലമെന്റിലേക്ക് മാറുകയും ചെയ്തിരുന്നു. ലിബറൽസ് ആൻഡ് റവല്യൂഷണറീസ് വെയർ കെപ്റ്റ് ഔട്ട് മീൻസ് ഡിസ്മിസ്ഡ്. ലിബറൽസിനെയും അതുപോലെ തന്നെ റവല്യൂഷണറീസിനെല്ലാം തന്നെ റഷ്യയിൽ നിന്നവർ ഡിസ്മിസ് ചെയ്തിരുന്നു. These are the causes of 1905 revolution. What are the causes of 1905 revolution? First one, autocratic rule. In Russia, Tsar rulers rule in their country. Tsar rulers are not subject to parliament. Second reason, role of liberals and socialists. Liberals and socialists against dynastic rulers. Third one, strike of the workers. Last one, Bloody Sunday. What do you mean by Bloody Sunday? The processions of workers led by Father Gapon reached the Winter Palace. It was attacked by police and Cossacks. Over 100 workers were killed and about 300 wounded. This incident is known as Bloody Sunday. Understand this concept? Okay. Next class we will continue. Read the text well. Thank you children. Thank you so much.